നീറ്റ് എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്നൊരു സ്കോറൊക്കെ കരസ്ഥമാക്കി അല്ലെങ്കിൽ റാങ്കൊക്കെ കരസ്ഥമാക്കി രാജ്യത്തെ ഏതെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടിയെടുക്കണം എന്ന ഉറച്ച തീരുമാനത്തോടെ ബ്രില്യൻറ്റിലേക്ക് കടന്നു വരുന്ന 10,000-കണക്കിലധികം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കുറച്ച് പേരെങ്കിലും എപ്പോഴും സ്വപ്നം കാണുന്നത് AFMCയിൽ, അതായത് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും ഒരേ സമയം മനുഷ്യനും രാജ്യത്തിനും സേവനം ചെയ്യുന്നവരാണ് AFMCയിലെ ഡോക്ടേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് AFMCയിൽ ഫസ്റ്റ് ഇയർ പ്രവേശനം നേടിയ ലിജോ മാത്യു എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം. ലിജോ, ഒരുപാട് സന്തോഷത്തോടുകൂടി ബ്രില്യൻറ്റിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എവിടെയാണ് നാട്? എവിടെയാണ്? എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന സ്ഥലമാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? വീട്ടിൽ എൻ്റെ പേരൻസ് സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ പേരൻസിൻ്റെ കൂടെ സൗദിയിലാണ്. ഒരു എൽഡർ ബ്രദർ ഉണ്ട്. ആൾ ബാംഗ്ലൂരിൽ ഫിസിയോതെറാപ്പി തേർഡ് ഇയർ പഠിക്കുകയാണ്. പിന്നെ എനിക്ക് ഗ്രാൻഡ് ഫാദർ, ഞാൻ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ നാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ 2024 നീറ്റിൽ നല്ലൊരു സ്കോർ കരസ്ഥമാക്കി ഇപ്പോൾ AFMCയിൽ എത്തിയിരിക്കുന്നു. ആദ്യമേ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ ആഗ്രഹം 2024 നീറ്റിൽ എത്ര സ്കോർ ഉണ്ടായിരുന്നു എന്നായിരുന്നു. അത് പറഞ്ഞു. എനിക്ക് 664 മാർക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 664 മാർക്കായിരുന്നു കിട്ടിയിരുന്നത്. എനിക്കൊന്ന് AFMCയിലേക്കുള്ള കട്ട് ഓഫിനൊക്കെ കട്ട് ഓഫ് ഫസ്റ്റ് ഒരു ലിസ്റ്റ് വന്നായിരുന്നു. ഫസ്റ്റ് അതിൽ 666 ആയിരുന്നു കട്ട് ഓഫ് വന്നത്. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ ലിസ്റ്റ് വരാൻ നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവിടെ എത്തിയ സ്റ്റുഡൻസ് മെജോറിറ്റി മെഡിക്കലി ഫിറ്റ് ആകാത്തത് കൊണ്ടും അധികാരം അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലാഞ്ഞത് കൊണ്ടും അവർ വീണ്ടും ഒരു ലിസ്റ്റ് കൂടി കിട്ടും. അപ്പോൾ കട്ട് ഓഫ് 656 ആയിട്ട് മാറി. അപ്പോൾ അതിൽ എനിക്ക് അവിടെ ചെല്ലുവാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും റിപ്പീറ്റർ ആയിരുന്നു. അതെ അതെ. ഓക്കെ. അപ്പോൾ റിപ്പീറ്റ് ചെയ്തിരുന്നൊരു സമയത്ത് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഇനി 3-4 മാസം കൂടിയേ ഉള്ളൂ. മെയ് 4 എക്സാം നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് അറിയാൻ ആഗ്രഹം എങ്ങനെയായിരുന്നു ലിജോയുടെ മാർക്കുകൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയിരുന്നൊരു മാർക്കുണ്ട്, വീക്ക്ലി എക്സാമുകളിൽ കിട്ടിയിരുന്നൊരു മാർക്കുണ്ട്, മോഡൽ എക്സാമുകളിൽ കിട്ടിയിരുന്നൊരു മാർക്കുണ്ട്, അതിനുശേഷം ഫൈനൽ നീറ്റ് എക്സാം ഹാളിലേക്ക് കയറി യഥാർത്ഥ നീറ്റിൽ കിട്ടി ഇപ്പോൾ AFMCയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു മാർക്കുകളുടെ വേരിയേഷൻ അതനുസരിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന ലിജോയെ കുറിച്ചൊന്ന് പറയാം. അത് തുടക്കത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് അധികം മാർക്ക് അങ്ങനെ പറയാനില്ലായിരുന്നു. ഒരു എന്തായാലും ആദ്യം തൊട്ട് 650 റേഞ്ചിൽ നിൽക്കുമായിരുന്നു. പിന്നെ മോഡൽ എക്സാം ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു 680, 690 ആ റേഞ്ചിലൊക്കെ എത്തി. അപ്പോൾ 700 വരെ കിട്ടിയ ഒരു സമയത്ത് കിട്ടിയായിരുന്നു. പക്ഷേ നീറ്റ് എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ചെറുതായിട്ട് ഇച്ചിരി പ്രശ്നം വന്നു. അങ്ങനെ എനിക്ക് ഇച്ചിരി കുറഞ്ഞു പോയി എക്സാം ഹാളിലെ ചെറിയ ടെൻഷൻ കാരണം. അപ്പം അന്നേരം ഒരു സമയം വരെ ഞാൻ ചിന്തിച്ച് എനിക്ക് AFMC കിട്ടുമോ ഇല്ല. കാരണം ഈ തവണത്തെ റാങ്ക് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ റാങ്ക് 16,000 സംതിങ് ആയിരുന്നു. അപ്പം എനിക്ക് AFMC കിട്ടുമെന്ന് തന്നെ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു. അപ്പം മാർക്സ് വരുമ്പോഴത്തേക്കും എനിക്ക് നീറ്റിന് ബാക്കി മോഡൽ എക്സാമിന് കിട്ടിയെന്ന് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുറഞ്ഞു പോയി. പക്ഷേ ലക്ഷ്യം AFMC ആയിരുന്നു. അവിടേക്ക് എത്താനുള്ള മാർക്ക് എനിക്ക് കൈവരിച്ചു. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതെ. അപ്പം തീർച്ചയായിട്ടും ലിജോയിൽ നിന്ന് ഇനി ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, ലിജോ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലമുണ്ട് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. ഒരുപാട് വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ മനുഷ്യനും രാജ്യത്തിനും ഒരേപോലെ സേവനം ചെയ്യുന്ന ഒരു വലിയ ഉദ്യമം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരാളാണ് ലിജോ. അവിടെ ചെന്നിട്ട് ലിജോയുടെ ക്യാരക്ടറിലാവട്ടെ അല്ലെങ്കിൽ ലിജോയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലാവട്ടെ ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അതൊരുപാട് AFMC ലിജോയെ ഒരുപാട് മാറ്റുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യമേ തന്നെ തുടങ്ങാം. അതായത് അതിൻ്റെ പ്രോസസ്സുകൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വർഷങ്ങളിലൊക്കെ AFMC സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളുടെ മുൻപിൽ ഈ കടമ്പകൾ, അതിലോരോ കടമ്പകളുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു റിട്ടൺ എക്സാം ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോ എങ്ങനെയാണ് ആ ഒരു AFMCയിലുള്ള പ്രോസസ്സുകൾ എന്നൊക്കെ വ്യക്തമാക്കാം. ഫസ്റ്റ് നമ്മൾ നീറ്റ് നല്ലൊരു മാർക്കോടെ നമ്മൾ ക്വാളിഫൈ ആകണം. അപ്പോൾ AFMC എന്ന് പറയുമ്പോൾ നല്ലൊരു കോളേജാണ്. അപ്പോൾ അതിനെ പറ്റിയ മാർക്ക് നമ്മൾ മേടിക്കണം. അപ്പോൾ നമ്മളെ ഒരു മാർക്ക് അവർ കട്ട് ഓഫ് വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഒരു 1500 പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പം ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് പല ദിവസങ്ങളായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അവർ ഈ 1500-ൽ 150 അല്ലെ 200 പേരെ വെച്ചിട്ട് അവർ വിളിക്കും. അപ്പോൾ വിളിച്ചിട്ട് ഒരു ദിവസം 200 അല്ലെ ചിലപ്പോൾ 300 പോകാം. എന്നിട്ട് ഈ 300-ൽ എല്ലാവരും വരണമെന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ കുറേ ഫോംസ് അങ്ങനത്തെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ നമ്മുടെ ICS അങ്ങനത്തെ നമ്മുടെ ബോഡി ഫുൾ അവർ ചെക്ക് ചെയ്യും. നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഡിഫക്ട്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അൾട്രാസൗണ്ട് നമുക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് അവരവിടെ നടത്തുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരികയാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ റീഅപ്പീൽ ചെയ്യാം. റീഅപ്പീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആദ്യം എക്സാമിൻ ചെയ്തതിനേക്കാളും കുറച്ച് റാങ്ക് കൂടിയ ഒരു ഓഫീസർ നമ്മളെ എക്സാമിൻ ചെയ്യും. അപ്പം അതിലും നമ്മൾ അൺഫിറ്റ് ആകുകയാണെങ്കിൽ
പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മളവിടെ ഫിറ്റ് ആകുകയാണെങ്കിൽ നമ്മളെ അറിയിക്കും. അതിനുശേഷം കുറച്ച് ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ മെറിറ്റ് ലിസ്റ്റ് ഇടും. അതിൽ നമ്മുടെ അവിടെ റാങ്കിങ് അനുസരിച്ചാണ് ബോയ്സ് മെറിറ്റ്, ഗേൾസിന് സെപ്പറേറ്റ് ആണ്. 115 ബോയ്സും 30 ഗേൾസുമാണ്. അപ്പം 115 ബോയ്സിൻ്റെ ആദ്യം മെറിറ്റ് ലിസ്റ്റ് ഇടും. പിന്നെ അതിന് ശേഷം ബാക്കി ഇടുന്നവരെ വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് ഇടും. 115 എല്ലാവരെയും ജോയിൻ ചെയ്തില്ല എങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ അതിലേക്ക് കയറ്റും. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ എൻ്റെ 14ാമത്തെ ആളായിരുന്നു ഞാൻ. അപ്പം ഈ ആദ്യം 115 പേരിട്ടില്ല, എല്ലാവരും ജോയിൻ ചെയ്തില്ല. അപ്പം അവിടേക്ക് ഞാൻ ചെന്ന് കയറി. അത് ഇനി എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് അധികമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭൂമി നമ്മളോടൊപ്പം നിൽക്കാതെ എന്ന് പറഞ്ഞതുപോലെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒപ്പം നിന്നാണ് നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഓരോ കടമ്പകളും ലിജോ പാസ്സായിട്ടുണ്ട് അല്ലെ? അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് ആ കടമ്പകൾ എങ്ങനെ ലിജോ പാസ്സായി എന്നുള്ളത്. കാരണം കോമൺ ആയിട്ട് അവരെ പ്രതിനിധീകരിച്ച് ഈ ലക്ഷ്യം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഒരു വർഷം മുന്നേ കയറിയ ആളാണ് ലിജോ. അപ്പോൾ തീർച്ചയായിട്ടും FMCയിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു ഇന്റർവ്യൂ ഉണ്ട് അല്ലെ? ആ ഒരു ഇന്റർവ്യൂവിനെ എങ്ങനെയാണ് ലിജോ അഭിമുഖീകരിച്ചത്? അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ലിജോയോട് അന്ന് ചോദിച്ചിരുന്നത്? അത് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള വലിയ കമ്പനികളെ വെച്ച് നോക്കുന്നത് പോലെ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു ഇന്റർവ്യൂ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പോൾ എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസ് സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരെന്നോട് ചോദിച്ചത് മിഡിൽ ഈസ്റ്റിലുള്ള 5 കൺട്രീസിൻ്റെ അതിൻ്റെ ക്യാപിറ്റലിൻ്റെ നെയിം പറയാനാണ്. പിന്നെ ബേസിക്കലി ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യനോട് ചോദിക്കും, നമ്മൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അറിയില്ല എന്ന് പറയണം. കോൺഫിഡൻസിലാണ് കാര്യം. അറിയില്ലെന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് വേണം. അപ്പോൾ നമ്മൾ ഒന്നും അറിയാത്തവിടെ നമ്മൾ വീണെടുത്തൊന്നും ഉരുളാൻ പാടില്ല. നമ്മൾ അറിയാത്ത കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അതാണ് വേണ്ടത്. ബോൾഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ടൊരു കാര്യം നമുക്ക് അറിയത്തില്ലെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയത്തില്ല എന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മൾ ഒത്തിരി കൂട്ടി കുഴയ്ക്കാൻ നോക്കിയാൽ നമ്മുടെ ഇംപ്രഷൻ അത് ബാധിക്കും. അതോടൊപ്പം തന്നെ ഒരു റിട്ടേൺ എക്സാം ഉണ്ട്. അതെ. പിന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടെ. അതും ഒരു കടമ്പ തന്നെയാണോ? അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു? റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 2 എക്സാം. റിട്ടേൺ അല്ല, ശരിക്കും അത് ഓൺലൈനാണ്. അത് 2 എക്സാമാണ്. ടോളർ എന്നും പറഞ്ഞ പാറ്റേൺ ആണ്. ടോളറിൽ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് കുറച്ച് ഇംഗ്ലീഷിനെ പറ്റി നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ പാറ്റേൺ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റാണ്. അതിന് അത്യാവശ്യം അങ്ങനെ മാർക്കൊന്നുമില്ല. പക്ഷെ നമ്മുടെ പേഴ്സണാലിറ്റി ഒരു ക്വസ്റ്റ്യൻ നിന്നിട്ട് അതിനെപ്പറ്റി നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് മാർക്കെന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അവർ അനലൈസ് ചെയ്യും അതിലൂടെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവും നമ്മുടെ ഈ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റിൽ ഇതൊക്കെ വെച്ച് നമ്മളെ അസസ് ചെയ്യും. ഇവർക്ക് വേണ്ടി ഇവിടെ കയറാൻ പറ്റിയ ഒരാളാണോ എന്ന് നമ്മുടെ ക്യാരക്ടറൊക്കെ നോക്കും. ഇപ്പോൾ മെൻ്റലി പ്രശ്നമുള്ള ഒരാൾക്കാരെയൊന്നും അവരവിടെ എടുക്കില്ല. അപ്പം നല്ലൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ അവർക്ക് മതി. പിന്നെ ഫിസിക്കലിന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ബോഡി ഹൈറ്റ് ബോഡി ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് വേണം. പിന്നെ നമ്മുടെ ബോഡിയിലെ ഓർഗൻസ് നോക്കുക അവർ ടെസ്റ്റ് ചെയ്യും. ഓർഗൻസിന് ഡിഫക്റ്റീവ് ആണ് നമ്മുടെ ഫുൾ ബ്ലഡ് അനാലിസിസ് അവർ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസോ അങ്ങനെ ജനറ്റിക്കലായിട്ടുള്ള ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അവരെടുക്കില്ല. അതാണ് മെയിനായിട്ട് അവർ നോക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും FMCയിലെ ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആവണം എന്ന ആഗ്രഹം 2 തരത്തിൽ പ്രിപ്പയർ ആവേണ്ട ആളാണ്. ഒന്ന് മെന്റലി, ഫിസിക്കലി അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെന്നതിന് ശേഷം നമ്മൾ മെന്റലി ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടാണ് ഡോക്ടർ ആവാൻ വേണ്ടി ചെന്നത്. ഫിസിക്കലി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ബ്രില്യന്റിലായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു സമയത്ത് രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിരുന്നത്. ടോട്ടലി പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ചെല്ലുമ്പോൾ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ മറ്റ് MBBS സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ സമയ ക്രമീകരണങ്ങളുണ്ട്. ഒരു കൃത്യമായ ടൈം ഷെഡ്യൂൾ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമാക്കാം. ഓക്കെ, പറയാം. അങ്ങനെ ഫിസിക്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചെല്ലുന്ന സമയങ്ങളിൽ രാവിലെ PT ഉണ്ട്. രാവിലെ PT എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ 5:30 ആകുമ്പോഴത്തേക്ക് റെഡിയായി 6 മണി തൊട്ട് 6:45 നമുക്ക് ഗ്രൗണ്ടിൽ എക്സസൈസസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് നമ്മളെ ഒരു എക്സസൈസ് നമ്മൾ ട്രെയിൻ ചെയ്യും രാവിലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് PPT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ്. അപ്പം അതിൽ നമ്മൾ പാസ്സാകണം. അപ്പോൾ അതിൽ റണ്ണിങ്ങും പുഷപ്പ് സിറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ അവിടെ എത്തും. 2-3 മാസത്തെ ട്രെയിനിങ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. അപ്പോൾ ഇത് പാസ്സാകുന്നത് വരെ നമ്മൾ രാവിലെ PT ജയിപ്പിച്ചുകൊണ്ടിരിക്കും. രാവിലെ അത് ഈ ടെസ്റ്റ് കഴിഞ്ഞ് പാസ്സായി പിന്നെ രാവിലെ PT ഇല്ല. പക്ഷെ വൈകുന്നേരം സ്റ്റാർട്ടിങ്ങിൽ PT ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പോർട്സ് ഓപ്പൺ ആക്കി തരും. സ്പോർട്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ മെയിൻ 5 ക്ലബ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. അപ്പോൾ ആ ക്ലബ്സിൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഒരു ഗെയിം കളിക്കണമെങ്കിൽ എന്തായാലും നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി അതിനുള്ള ട്രെയിനിങ് നമുക്ക് സീനിയേഴ്സ് തരുന്നുണ്ട്. അപ്പം രാവിലത്തെ PT-യെക്കാളും കുറച്ച് കൂടുതൽ ഫിറ്റാകുന്നത് നമ്മൾ സീനിയേഴ്സിൻ്റെ ട്രെയിനിങ് വഴിയാണ്. വൈകുന്നേരത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4:30 തൊട്ട് 7:30 വരെ 3 മണിക്കൂറോളം നമ്മൾ ഗ്രൗണ്ടിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ
നമ്മൾ റൂമിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ ഗ്രൗണ്ടിലുണ്ടെന്ന് പറയുന്നതായിരിക്കും ശരി. ബാക്കിയുള്ള കോളേജുകളിലൊക്കെ കൂടുതൽ സമയം പഠിത്തമാണ്, പക്ഷേ ഇവിടെ കൂടുതൽ സമയം നമ്മൾ ട്രെയിനിങ് ആണ്. പഠിത്തം സൈഡിലാണ് കൂടെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പഠനത്തിന് എങ്ങനെ നമുക്ക് സമയമൊക്കെ തികയാറുണ്ടോ അവിടെ എന്നുള്ളൊരു ചോദ്യം കൂടെ വരും. അപ്പോൾ അതിനെങ്ങനെയാണ് ലിജോ സമയം കണ്ടെത്തുന്നത്? പഠനത്തിന് സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ നോക്കി പോകണം. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് നമ്മൾ ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം. ഇപ്പം ബ്രില്യൻ്റ് എൻട്രൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തിരിക്കണം. നമുക്ക് അല്ലെങ്കിൽ ഒത്തിരി പൈലപ്പായ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ വൈകുന്നേരം നമുക്ക് അധികം പഠിക്കാൻ സമയം കിട്ടാറില്ല. എന്നാലും നമ്മൾ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സ്പോർട്സിലൊക്കെ വളരെ സജീവമാണെന്നൊക്കെ പറഞ്ഞു. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഏത് സ്പോർട്സിലാണ് അവിടെ സ്പെഷ്യലൈസ് ചെയ്ത് ഇപ്പോൾ കയറിയിരിക്കുന്നത്? ഇപ്പം ഞാൻ കയറിയിരിക്കുന്നത് ക്രിക്കറ്റ് ക്ലബ്ബിലാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 5 ക്ലബ്സാണ് അവിടെ ഉള്ളത്. ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ഫുട്ബോൾ, ഹോക്കി, പിന്നെ ക്രിക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ 5 ക്ലബ്ബിൽ ഏതെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലബ്ബ് ജോയിൻ അല്ലെ ഒന്നെങ്കിൽ ലീവ് ചെയ്യാം, ഒന്നെങ്കിൽ ഒരു ക്ലബ്ബിലും ജോയിൻ ചെയ്തിരിക്കാം. പക്ഷേ നമ്മളെപ്പോഴും ഒരു ക്ലബ്ബിലുള്ളതല്ല, കാരണം നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല വേറെ ഉണ്ട്, ഇപ്പം നമുക്ക് ഓപ്പൺ ആക്കി തന്നിട്ടില്ല കുറച്ച് ബാഡ്മിൻ്റൺ, ഇൻഡോഴ്സ് ആയിട്ടുള്ള പല കളികളുണ്ട്. ബാഡ്മിൻ്റൺ, അക്വാട്ടിക്സ്, അങ്ങനത്തെ പിന്നെ ഇൻഡോഴ്സ് ഉണ്ട്, ചെസ്സ്, ക്യാരംസ്, അങ്ങനത്തെ എല്ലാ നമുക്ക് ഏതൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അതവിടെ ഉണ്ട്. പിന്നെ സ്പോർട്സ് അല്ലാതെ തന്നെ കൾച്ചറൽസ് ആയിട്ട് നമുക്ക് മ്യൂസിമാറ്റിക്സ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഡ്രാമാറ്റിക്സ് ഉണ്ട്, ഡിബേറ്റ് ആൻഡ് ക്വിസ് ക്ലബ്ബ് ഉണ്ട്, ഹിസ്റ്ററി ക്ലബ്ബ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഏതൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അതവിടെ ഉണ്ട്. നമ്മുടെ ഏതൊരു ഇൻട്രസ്റ്റും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ ലിജോ കേട്ടറിഞ്ഞൊരു AFMC ഉണ്ട്, അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു AFMC ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേട്ടറിഞ്ഞതിനേക്കാൾ വലുതാണ് അനുഭവിച്ചറിയുന്ന AFMC എന്ന് പറയുന്ന സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ആ ഒരു AFMCയിൽ എത്തി നിന്നിട്ട് സ്വാഭാവികമായിട്ടും ആ ഒരു ക്യാമ്പസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? അപ്പോൾ അവിടുത്തെ നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു ബാച്ചിലെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ എല്ലാ കോണിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പാൻ ഇന്ത്യൻ ഒരു വലിയൊരു കോളേജാണ്. അപ്പോൾ മെയിനായിട്ട് പറയുമ്പോൾ ആർമിയുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു പരിപാടിയില്ല, നമ്മൾക്ക് യൂണിറ്റി ഉണ്ട് വേണം. അപ്പം ആർമിയിൽ ഒരാൾക്ക് നമുക്കിപ്പോൾ ഒരു പണിഷ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു തെറ്റ് നമുക്ക് ഒറ്റയ്ക്ക് തരില്ല, ഒരു ഗ്രൂപ്പായിട്ടുള്ള പണിഷ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ബാച്ച് യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ പറയുകയാണെങ്കിലും ബാക്കിയുള്ള കോളേജുകൾ എൻ്റെ അറിവിൽ സീനിയേഴ്സായിട്ട് അത്ര ഇൻട്രാക്ഷൻ ഇല്ല. അപ്പോൾ ആദ്യത്തെ ചെല്ലുമ്പോൾ സീനിയേഴ്സൊക്കെ ഇച്ചിരി നമ്മളെ അടുപ്പിക്കില്ല, എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മുടെ ഫ്രണ്ട്സായിട്ട് മാറും. അതിപ്പോൾ നമ്മൾ സീനിയേഴ്സ് ബാച്ചിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നത് പോലെ അല്ല, അകത്ത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ട്രെയിനിങ് എന്നൊക്കെ പറയാനുണ്ട്, പക്ഷേ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും, നമുക്ക് തന്നെ ഗുണം ചെയ്യും. നമ്മളിപ്പം ബാക്കിയുള്ള ഒരു കോളേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നു, കിടക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് അവർ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്പോർട്സിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇച്ചിരി വീക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് റെഡിയാക്കാൻ സീനിയേഴ്സ് തന്നെ അതിനെ മുൻകൈ എടുത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും AFMCയിൽ എത്തി ഒരുപാട് മലയാളി സുഹൃത്തുക്കളും കൂടെ ഉണ്ട് അല്ലെ? ഒരുപാട് സീനിയേഴ്സ് മലയാളികളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രില്യൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനം തരുന്ന ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലാണ്. ഫസ്റ്റ് ഇയറിൽ എത്ര മലയാളികളുണ്ട്? ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ 26 മലയാളികളാണുള്ളത്. അതിൽ എത്ര പേര് ബ്രില്യൻറ്റ്? അതിൽ 20 പേര് ബ്രില്യൻറ്റിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ തന്നെയൊക്കെ കണ്ട് പരിചിതമായ പല മുഖങ്ങളെയും അത് എൻ്റെ ഹോസ്റ്റലിൽ നിന്നുള്ളൊരു ആൾ തന്നെ എൻ്റെ കൂടെ അവിടെ എൻ്റെ ക്ലാസ്സിലുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പാൻ ഇന്ത്യൻ സർക്കിൾസിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അതെ. അതുപോലെ തന്നെ സീനിയേഴ്സും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു. സീനിയേഴ്സിലും ഒരുപാട് പേര് ബ്രില്യൻറ്റിൽ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ. ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ഈ ഒരു മെഡിക്കൽ മേഖല ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു AFMCയുടെ വീഡിയോ കയറിയപ്പോൾ ഒരു പെൺകുട്ടി കമൻറ്റ് ചെയ്തിരുന്നതാണ്, പെൺകുട്ടികൾക്ക് എത്രമാത്രം പോസിബിൾ ആണ് ഈ ഒരു AFMCയിലെ പഠനം എന്ന് പറയുന്നത്. ഇതുവരെ അങ്ങനെ ഫിസിക്കലി പല സ്പോർട്സുകളിലൊന്നും ആക്റ്റീവ് ആവാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഗ്രഹം കൊണ്ട് മാത്രം അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുമോ, സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ കേട്ടോ. അതിനെ എത്രമാത്രം ഇതിനോട് കൂടിയിട്ടാണ് ലിജോ കാണുന്നത് ആ ഒരു ചോദ്യം? തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും AFMCയിലേക്ക് കടന്നു വരാം. അവർ ബേസിക്കായിട്ടൊരു ഫിറ്റ്നസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ നല്ലൊരു സ്ട്രോങ് മെൻറ്റാലിറ്റി വേണം. പിന്നെ ഇപ്പോൾ അപ്പം ഓരോ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന പലർക്കും ഒന്നും അറിയത്തില്ല. പല സീനിയേഴ്സ് അവിടെ ജോയിൻ ചെയ്തവർക്ക് പലരും ഒന്നും അറിയാതെ ജോയിൻ ചെയ്തവരാണ്. അവിടെ വന്ന് അവർ കളി പഠിച്ച് ഓരോ ഗെയിംസ് പഠിച്ച് അതിലും ഇമ്പ്രൂവ് ആയിട്ട് വന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും അറിയത്തില്ലെന്ന് വെച്ച് AFMCയിൽ വരാതിരിക്കാൻ പാടില്ല. അപ്പോൾ അത് നല്ലൊരു നമുക്ക് നമ്മുടെ ഭാവിയിൽ വരുന്ന നല്ലൊരു ചോയ്സാണ്. നമ്മളാരും വിട്ട് കളയാൻ പാടില്ല. ഒന്നും അറിയത്തില്ലെന്ന് വെച്ചിട്ട് കളയാൻ പാടില്ല.
അതുപോലെ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിലെ രാജ്യത്തിന് വേണ്ടി വളരെ വലിയ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, FMCയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വലിയ റേഞ്ച് ഓഫ് പേഴ്സണാലിറ്റീസ്, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത്? അവരുടെ പേഴ്സണാലിറ്റി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരാൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ അവർ നമ്മളെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വെളിയിലൊരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ എങ്ങനെ പെരുമാറണം. ഇപ്പം സാധാരണ ഒരാൾ പെരുമാറുന്ന പോലെ ഒരു ഓഫീസറിന് പെരുമാറാൻ പറ്റില്ല. സ്പെഷ്യൽ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ സൊസൈറ്റിയിൽ നിന്ന് അത്യാവശ്യം ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ഓഫീസർ എന്ന് പറയുമ്പോൾ അതിന് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ഡീസൻ്റായിട്ട് നല്ലൊരു ജെന്റിൽമാനായിട്ട് നിൽക്കണം എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കും. അപ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്കതിൽ പണിഷ്മെൻറ്റും കിട്ടും. അപ്പോൾ നമ്മൾ നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഇപ്പോൾ ലിജോ നേരത്തെ പരാമർശിച്ച സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളും ബഹുമാനവും ഒക്കെ ലഭിക്കുന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ അതൊരു ജോലിയിലേക്ക് എത്തും. അപ്പോൾ അതായത് ഒരു FMC ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പ്രൗഡാണ്, ഒരു അഭിമാനമാണ്. സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു FMC ഡോക്ടർ ആണെന്ന് പറയുന്നത് പകരം അഭിമാനം പറ്റുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ഡോക്ടർ ഉണ്ട്, അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് FMC ഡോക്ടർ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഫീൽഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ മെന്റോളി ഡിഫറെന്റ് ആണ്, അതിൽ ചെറിയ റിസ്ക് എലമെന്റ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഫസ്റ്റ് ഇയർ ആയിട്ട് പ്രവേശിച്ചിരിക്കുന്നു. ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളുടെ വാക്കുകളും ഒക്കെ കേട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഒരു മെഡിക്കൽ കേഡറ്റ് ആയിട്ടാണ് ലിജോ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. വളരെ അഭിമാനം നിറഞ്ഞ മുഹൂർത്തമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വർക്ക് ഫീൽഡിനെ കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, അതൊന്ന് കേൾക്കാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും? ഓക്കെ, നമ്മളിപ്പം 4.5 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് 1 വർഷം ഹൗസ് സർജൻസി ഉണ്ട്. അത് ഏതെങ്കിലും കമാൻഡ് ഹോസ്പിറ്റൽസിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 7 വർഷം സർവീസ് ബോണ്ട് ഉണ്ട്. സർവീസ് ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പോസ്റ്റിംഗ് കിട്ടുന്ന ഏതെങ്കിലും റൂറലായിട്ടുള്ള ഏരിയയിലായിരിക്കും. ഒരു ഫുൾ ബറ്റാലിയന് നമ്മൾ മാത്രമായിരിക്കും ഒരു മെഡിക്കൽ ഓഫീസർ ബറ്റാലിയനിൽ. ഇപ്പം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പം അവർ മാത്രമല്ല ആ ഏരിയയിലുള്ള സിവിലിയൻസിനെയും കൂടെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പം നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് നമ്മളതിനെല്ലാം മെൻ്റലി തയ്യാറായിരിക്കണം. അത്രയും പേരെ നമ്മളെ ഇന്നൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. കാരണം ഇവർ ഈ സോൾജേഴ്സ് എന്ന് പറയുന്നത് അവർ നമ്മുടെ ദേശത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ലൈഫ് വെച്ചിട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് PG ചെയ്യാം. PG ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് അവരിവിടെ പഠിച്ച് FMCയിൽ തന്നെ പഠിച്ച് അവിടെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ ഇവരെ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ഇവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പോസ്റ്റിംഗ് കിട്ടി അവർ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് കടന്നു പോകും. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഫീൽഡിലേക്ക് അധികം പോകേണ്ടി വരില്ല. കാരണം അത്രയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ചെയ്യുമ്പോൾ അതിന് എക്യുപ്മെൻറ്റ്സ് വേണം. അതിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഫീൽഡ് വർക്ക്. പിന്നെ ഫീൽഡ് വർക്ക് ഓർത്ത് കുറച്ച് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട് തീർച്ചയായിട്ടും. ഫീൽഡ് ആർമി എന്ന് പറയുമ്പോൾ റിസ്ക് എലമെൻറ്റ്സ് എന്തായാലും ഇല്ലാതെ പറ്റില്ല. അത് വെച്ച് ആരും പേടിച്ച് വരാതെ ഇരിക്കാൻ പാടില്ല. അതൊരു മനസ്സാണ്, അതൊരു ധൈര്യമാണ്. അത് ധൈര്യമാണ്. അതെ. അപ്പം നമുക്ക് 2 രീതിയിൽ നമുക്കവിടെ നമ്മുടെ കരിയർ ചൂസ് ചെയ്യാം. അതായത് ഷോർട്ട് കമ്മീഷൻ ഉണ്ട്. ഷോർട്ട് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 7 വർഷം ബോണ്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ PG എടുക്കും. 7 വർഷത്തിനിടയ്ക്ക് നമുക്ക് PG ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പിന്നെ പെർമനൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ പെർമനൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് അവിടെ തുടരണം. അതായത് AIMS ആംഡ് മെഡിക്കൽ കോർപ്സിൽ നമ്മൾ റിട്ടയർ ആകുന്നതിന് നമ്മൾ അവിടെ തന്നെ തുടരണം. അപ്പം അങ്ങനെ തുടരുകയാണെങ്കിൽ നമുക്ക് ഈ ബോണ്ടിങ് പീരീഡിൽ 4 വർഷം കഴിയുമ്പോൾ നമുക്ക് അവിടെ PG എടുക്കാം. അപ്പോൾ ഈ PG പെർമനൻറ്റ് കമ്മീഷൻ എടുത്തവർക്ക് മാത്രമേ ഈ പെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല അവിടെ പഠിച്ചവർക്ക് അവിടെ റിസർവേഷൻ ഉണ്ട് PG പഠിക്കാനായിട്ട്. അപ്പം അതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് അധികം അങ്ങനെ സംസാരിച്ച് കേട്ടിട്ടില്ല. ഓക്കെ, അതങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ തീർച്ചയായിട്ടും ലിജോ, FMCയിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ചെലവ് എത്രത്തോളം ഉണ്ടാവും? ഒരു ചെലവും ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് റെമ്യൂണറേഷൻ കിട്ടും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് FMC. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെലവിനെ കുറിച്ച് പറയാനാണെങ്കിൽ എങ്ങനെ പറയാം? ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു 90,000 രൂപ അടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 90,000 രൂപ എന്ന് പറയുന്നത് അതിൽ ഏകദേശം 17,000 രൂപ നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. അത് നമുക്ക് തിരിച്ച് കിട്ടും. അതിൽ കുറച്ച് വരുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഫീസ്, അത് നോൺ റീഫണ്ടബിളാണ്. പക്ഷേ ബാക്കി അതിലുള്ള വരുന്ന പൈസ മൊത്തം നമ്മൾ റൂമിൽ ചെല്ലുമ്പോൾ നമ്മുടെ റൂമിൽ കാണും. നമുക്ക് വേണ്ട ബെഡ്, നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ നമുക്കൊരു റൂമിൽ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. എല്ലാം നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അവരവിടെ റൂമിൽ റെഡി ആയി പുതിയത് മേടിച്ചു വെക്കും. നമുക്ക് ഷൂവിൻ്റെ പോളിഷ് വരെ അവർ തരും. പിന്നെ അതിൽ നമുക്ക് യൂണിഫോമിൻ്റെ ഒക്കെ വരും. യൂണിഫോം എല്ലാം ഈ 90,000 തരുന്നത്. അതായത് ഈ 90,000 ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ നമ്മൾ മെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡിന് നമ്മൾ പൈസ കൊടുക്കുന്നില്ല. നമുക്ക് ഹെയർ കട്ട് അലവൻസ്, ഹെയർ കട്ട് ലോണ്ടറിക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷേ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമുക്ക് തരും. അവർ തന്നെ തരും. നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അവിടുത്തെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ക്യാമ്പസിനുള്ളിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ക്യാഷ് തരും. അതിൽ നിന്ന് അവർ എടുക്കുകയും ചെയ്യും. നമുക്കവിടെ ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇടണം. പക്ഷേ അവിടുത്തെ കാര്യങ്ങൾക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കൊരു സൈക്കിൾ തരുന്നുണ്ട്. കാരണം
ക്യാമ്പസിലല്ല, നമുക്ക് പോസ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് കമാൻഡ് ഹോസ്പിറ്റൽ അവിടെ നിന്നൊരു കുറച്ച് ദൂരമുണ്ട്, കുറച്ച് ദിവസം 5 മിനിറ്റ് പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നമുക്ക് വലിയ ക്യാമ്പസും കൂടെ ആണ്, നമുക്ക് നടന്നു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ 90,000 രൂപ കൊടുത്തതിൽ അതിലൊരു കുറച്ച് പൈസ സൈക്കിളിന് വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്ക് പിന്നെ നാട്ടിലേക്ക് വരാനും തിരിച്ചു പോകാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഇതെല്ലാം അവർ തന്നെ നമുക്ക് എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ബേസിക്കലി നമ്മുടെ അവിടുത്തെ ക്യാമ്പസിൻ്റെ ചിലവെന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ നമുക്ക് പുറത്ത് പോകണമെങ്കിൽ അന്ന് നമ്മുടെ കയ്യിലുള്ളതല്ലേ അത്രയേ ഉള്ളൂ. ലിജോ, എനിക്ക് തോന്നുന്നു ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ നീറ്റിനായിട്ടുള്ളൂ, 2025-നായിട്ട്. അതെ അതെ, ചുരുക്കി പറഞ്ഞാൽ ഒരു 5-6 മാസം. ഈ ഒരു സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ ചിലവർ ടെൻഷൻ കൊണ്ട് പരീക്ഷകൾ എഴുതുന്നതിനൊക്കെ മറന്നു പോവുക, അത്തരത്തിൽ ഉത്തരങ്ങളിലേക്കൊക്കെ തെറ്റിപ്പോവുക. അപ്പോൾ ഈ ടെൻഷൻ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ലിജോയുടെ ലൈഫിൽ നിന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ടെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. അന്നും ടെൻഷൻ ഇല്ല, ഇന്നും ടെൻഷൻ ഇല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തോ ടെൻഷൻ ഇല്ലാത്ത ഇങ്ങനെ പഠിക്കാൻ പറ്റും, ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ്. അത് എനിക്കറിയില്ല, എനിക്ക് എന്തോ ടെൻഷൻ ഇല്ല. അപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനെപ്പറ്റി എങ്ങനെ ടെൻഷൻ ഇല്ലാതെ പഠിക്കണം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സ് ഉണ്ട്, അവർ പഠിക്കുന്നുണ്ട് നന്നായിട്ട്, പക്ഷേ ടെൻഷൻ അടിക്കുന്ന കാരണം അവർക്ക് മാർക്ക് കിട്ടുന്നില്ല, അവർ എക്സാം ഹാളിൽ തെറ്റിക്കുന്നു. അപ്പോൾ എൻ്റെ നീറ്റ് എക്സാമിന് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ അന്നേരം വന്നു. അതുകൊണ്ടാണ് എൻ്റെ സാധാരണ മോഡൽ എക്സാമിന് കിട്ടിയതിൽ മാർക്ക് അത് ചിലപ്പം കുറഞ്ഞു പോയത്. എങ്കിലും ഞാൻ എത്തുന്നിടത്ത് എത്തി, അതുകൊണ്ട് അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ടെൻഷൻ അടിച്ചാൽ അപ്പോൾ നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും കിട്ടും. നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും കിട്ടത്തില്ല, നമുക്ക് ഉള്ളത് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കാൻ പരമാവധി നോക്കുക, അത്രയേ ഉള്ളൂ. ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ രീതിയാണ്. ഇപ്പോൾ ബ്രില്യൻറ്റിൽ 2025 നീറ്റ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ നന്നായിട്ട് രാത്രിയിൽ ഇരുന്ന് പഠിക്കുമ്പോഴായിരിക്കാം കോൺഫിഡൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുമ്പോഴായിരിക്കാം കോൺഫിഡൻസ്, ചിലവർക്ക് നന്നായിട്ട് തിയറി വായിച്ച് പോകുമ്പോഴായിരിക്കും കോൺഫിഡൻസ് ലഭിക്കുക. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എപ്പോഴും അഭിപ്രായപ്പെടാറുണ്ട്. ലിജോ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നീറ്റിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഫേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ എന്ത് പറയും ലിജോ? അങ്ങനെ ഒരു കോൺഫിഡൻസ് തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം നമുക്ക് അതിൽ ഓരോ ക്വസ്റ്റിന് ആൻസർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ കാര്യം അറിയാം, നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസിനെ വല്ലാതെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ തിയറി പഠിക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ അധികം തിയറി നോക്കാത്തില്ല. ഞാൻ NCERT ബയോളജി മാത്രം തിയറി വായിക്കാറുള്ളൂ. ബാക്കി ഞാൻ ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാമായിരുന്നു. ഇപ്പോൾ കെമിസ്ട്രിയിൽ ഇനോർഗാനിക് ഓൾമോസ്റ്റ് പകുതിയോളം നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല പല പാഠങ്ങളും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മറന്നു പോകത്തില്ല. അപ്പോൾ ഒരു പാഠത്തിൽ തന്നെ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മറന്നു. ഇപ്പോൾ ഒരു പാഠത്തിലൊരു കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അടുത്ത പാഠത്തിൽ വേറൊരു കോമ്പൗണ്ടിൻ്റെ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓർഗാനിക് നല്ല സിമ്പിളാണ്. ഫിസിക്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്വസ്റ്റ്യൻ ചെയ്യുക, വീണ്ടും ക്വസ്റ്റ്യൻ. എനിക്കാണെങ്കിൽ ഫോർമുല ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോർമുല ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തിയറി അങ്ങനെ അധികം നോക്കാറില്ല. ഫോർമുല ബുക്ക് നോക്കുക, എന്നിട്ട് അതിൽ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെ പഠിക്കുക. 2025 നീറ്റ് എൻട്രൻസ് എക്സാമിലൂടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖ മെഡിക്കൽ കോളേജായ ആപ്റ്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസം തരുന്ന വാക്കുകളാണ് ലിജോ മാത്യൂസ് എന്ന ഇപ്പോൾ മെഡിക്കൽ കേഡറ്റ് കൂടിയായ ഞങ്ങളുടെ വിദ്യാർത്ഥി നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ ആപ്റ്റ് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നമുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നാൽ അവിടെ FMC ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളും അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ജീവിതവും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ലിജോ വളരെ വ്യക്തമാക്കി, വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ ലിജോയ്ക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.